കേരള ഗവൺമെന്റിന്റെ ഒരു പുതിയ ഉത്തരവ് പ്രകാരം ആന്റിബയോട്ടിക്സുകൾ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിയത് ഈ ആന്റിബയോട്ടിക്സിന്റെ അമിതമായ ഉപയോഗം മൂലം അതിന്റെ ഫലം കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ചെറിയൊരു അസുഖമായിരുന്ന വട്ടച്ചൊറി റിംഗ്വേം ഇൻഫെക്ഷനും മരുന്നിന്റെ ഫലം ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഫ്ലൂക്കണസോൾ എന്ന് പറഞ്ഞ ചെറിയൊരു മരുന്ന് ആഴ്ചക്ക് കൊടുത്താൽ മാറിക്കൊണ്ടിരുന്ന ഈ അസുഖം ടെർബിനാഫിൻ, ഇട്രാക്കോണസോൾ, വോറിക്കോണസോൾ അങ്ങനെ വലിയ വലിയ മെഡിസിൻ കൊടുത്താൽ മാറാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. അതിന് പ്രധാന കാരണം ആളുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ഈ സ്റ്റീറോയിഡ് അടങ്ങിയ ട്രിപ്പിൾ ക്വാഡ്രപ്പിൾ കോമ്പിനേഷൻ മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ സ്റ്റീറോയിഡ് ക്രീമുകൾ തേക്കുമ്പോൾ പെട്ടെന്ന് അസുഖം ഒന്ന് കുറയും, അത് നിർത്തുമ്പോൾ വളരെ കൂടുതലായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. ചില ആളുകൾ ചിലപ്പോൾ നല്ല മെഡിസിൻ തന്നെ കൊടുത്താൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് മെഡിസിൻ നിർത്തും. അപ്പോൾ ഈ സ്റ്റീറോയിഡ് ക്രീം ഉപയോഗിക്കുമ്പോൾ അണ്ടർ ഡോസിങ് ആവുമ്പോഴും ഈ ഫംഗസ് ഈ മരുന്നിനെതിരെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി അവർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ നല്ല മരുന്ന് തന്നെ ഒരു 4 to 6 months ഉപയോഗിച്ചാൽ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്.